ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്ന ഓരോ വ്യക്തിയും പോസിറ്റീവ് റിട്ടേൺ പ്രതീക്ഷിച്ചാണ് നിക്ഷേപം നടത്തുന്നത്. ഒരു നിക്ഷേപകന് പ്രധാനമായും റിട്ടേൺ രണ്ട് തരത്തിലാകാം. ആദ്യത്തേത് ക്യാപിറ്റൽ അപ്രിസിയേഷൻ ആണ്. ഒരു ഹ്രസ്വകാല നിക്ഷേപകന്റെ വരുമാനത്തിലെ പ്രധാന ഭാഗമാണിത്. 100 രൂപയ്ക്ക് വാങ്ങിയ ഒരു സ്റ്റോക്ക് 100 രൂപയിൽ നിന്ന് 150 രൂപയിലേക്ക് നീങ്ങിയാൽ നിക്ഷേപകന്റെ റിട്ടേൺ 50%. ഈ നേട്ടം കിട്ടണമെങ്കിൽ തീർച്ചയായും അവർ ഓഹരി വിൽക്കേണ്ടി വരും. ഒരു ലോങ് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം റിട്ടേൺ രണ്ട് തരത്തിലായിരിക്കും. ഒരു ഷോർട്ട് ടേം ട്രേഡേഴ്സിന്റെ സമാനമായ ക്യാപിറ്റൽ അപ്രിസിയേഷനും മറ്റൊന്ന് ഡിവിഡൻ വരുമാനവുമാണ്. ഓഹരി ഉടമകൾ അവർ കൈവശം വെച്ചിരിക്കുന്ന ഓഹരികൾക്ക് ആനുപാതികമായി കമ്പനിയുടെ ലാഭവിഹിതം ഇതിലൂടെ നൽകുന്നതാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഒരു കമ്പനി അതിന്റെ മൊത്തം ലാഭത്തിന്റെ ഒരു പ്രത്യേക ഭാഗം റീറ്റെയിൻ ചെയ്യുകയും അവശേഷിക്കുന്നത് അതിന്റെ നിക്ഷേപകർക്ക് വിതരണം ചെയ്യുകയും ചെയ്യും. എന്നിരുന്നാലും ലാഭമുണ്ടാക്കുന്ന എല്ലാ കമ്പനികളും തീർച്ചയായും ഡിവിഡൻഡ് പേയ്മെന്റ് നടത്തണം എന്നൊരു നിയമവുമില്ല. ഒരു ലോങ് ടേം ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് ഉയർന്ന ഡിവിഡൻഡ് പേ ഔട്ട് അനുപാതവും ഉയർന്ന ലാഭവിഹിതവും ഉണ്ടെങ്കിൽ അത് നല്ലതാണ് എന്ന് നമുക്ക് പറയാം. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ ലാഭവിഹിതം നൽകിയ കമ്പനികൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വേദാന്തയാണ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. വേദാന്ത 37.8% ലാഭവിഹിതമാണ് ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ നിക്ഷേപകർക്ക് നൽകിയത്. അതിന്റെ ഒപ്പം തന്നെ TV ടുഡേ നെറ്റ്വർക്ക് ലിമിറ്റഡ് 30%, നർമ്മദ ജലാറ്റിൻ ലിമിറ്റഡ് 26%, ഹിന്ദുസ്ഥാൻ സിങ്ക് 25% ഡിവിഡൻഡ് നൽകിയിട്ടുണ്ട്. എന്നാൽ നിലവിലെ ഡിവിഡൻഡ് ആദായം നിങ്ങൾ ഭാവിയിൽ തുടരും എന്ന് നിങ്ങൾക്ക് യാതൊരു ഉറപ്പും തരുന്നില്ല. അതിന് കമ്പനിയുടെ ഡിവിഡൻഡ് പേയ്മെന്റ് ഹിസ്റ്ററി കൂടി നിങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക ഈ കമ്പനികളുടെ ഒന്നും തന്നെ ഡിവിഡൻഡ് പേയ്മെന്റ് സ്ഥിരമായി തുടർന്നിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം ഈ കമ്പനികളുടെ കഴിഞ്ഞകാല ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ തുച്ഛമായ ഒരു ഡിവിഡൻഡ് മാത്രമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിൽ ഈ കമ്പനി നൽകിയിരിക്കുന്നത് എന്നാണ്. 2021 കാര്യമെടുക്കുകയാണെങ്കിൽ വേദാന്ത വെറും 3.5% ഡിവിഡൻഡ് ഈൽഡ് മാത്രമാണ് നൽകിയിരിക്കുന്നത്. 2022 സാമ്പത്തിക വർഷത്തിലേക്ക് വരുമ്പോൾ ഇത് 16.8% ഉയർന്നു. 2023 37%. എന്നാൽ കഴിഞ്ഞകാല ഒരു മികച്ച ഡിവിഡൻഡ് ഹിസ്റ്ററി ഈ കമ്പനിക്ക് ഇല്ല എന്ന് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ ഒപ്പം തന്നെ TV ടുഡേ നെറ്റ്വർക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2021 സാമ്പത്തിക വർഷത്തിൽ വെറും 1% കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ്. അവിടെ നിന്നും 2022 സാമ്പത്തിക വർഷത്തിൽ 1.3 ഇത് ഉയർന്നു, നിലവിൽ 29. എന്നാൽ നർമ്മദ ജലാറ്റിന്റെ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ 2021 സാമ്പത്തിക വർഷത്തിൽ 2.6, 2022 സാമ്പത്തിക വർഷത്തിൽ 2.6 എന്നിങ്ങനെയായിരുന്നു. എന്നാൽ അവിടെ നിന്നാണ് ഈ 25 എന്ന നിലയിലേക്ക് കുതിപ്പ് നടത്തിയിരിക്കുന്നത്. ഒരിക്കലും ഡിവിഡൻഡ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു നിക്ഷേപകൻ ഇത്തരത്തിൽ അസ്ഥിരമായ ഡിവിഡൻഡ് നൽകുന്ന കമ്പനിയുടെ ഓഹരികൾ സ്വീകരിക്കരുത്. കാരണം കൃത്യമായ ഒരു ഡിവിഡൻഡ് ട്രാക്ക് റെക്കോർഡുള്ള കമ്പനികളെയാണ് മുന്നോട്ടും ഡിവിഡൻഡ് നൽകും എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാൻ സാധിക്കുക. ഇനി നമ്മൾ മറുവശത്ത് കോൾ ഇന്ത്യ, ONGC, VST ഇൻഡസ്ട്രീസ്, ടെക് മഹീന്ദ്ര, ITC തുടങ്ങിയ കമ്പനികൾ തങ്ങളുടെ ഓഹരി ഉടമകൾക്ക് ലാഭവിഹിതം നൽകുന്നതിൽ സ്ഥിരമായ റെക്കോർഡ് നിലനിർത്തിയിട്ടുള്ളതായി കാണാനും സാധിക്കും. ദൃഢമായ സാമ്പത്തിക ശേഷിയുള്ള ചില മുൻനിര കമ്പനികളുമാണിവ. 2021-23 സാമ്പത്തിക വർഷത്തിൽ അവയുടെ ലാഭവിഹിതം എങ്ങനെ മാറി എന്ന് നമുക്കൊന്ന് നോക്കാം. കൽക്കരി മന്ത്രാലയത്തിന് കീഴിലുള്ള സർക്കാർ കമ്പനിയായ കോൾ ഇന്ത്യ ലിമിറ്റഡ് സ്ഥിരമായി ലാഭവിഹിതം നൽകിയ ചരിത്രമുള്ള ഒരു കമ്പനിയാണ്. അവരുടെ ലാഭവിഹിതം 3.7 നിന്ന് 5.5% ക്രമാതീതമായി വർദ്ധിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. 2021 സാമ്പത്തിക വർഷത്തിൽ നിന്ന് 2022 വന്നപ്പോൾ 3.9 ഉയരുകയും 2023 5.5 ഉയരുകയുമാണ് ചെയ്തത്. ഇനി ONGCയിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് 2021 സാമ്പത്തിക വർഷത്തിൽ ONGCയുടെ ഡിവിഡൻഡ് 1.4 ആയിരുന്നു. എന്നാൽ 2022 ഇത് 4 ആയിട്ടും 2023 4.2% ഇത് ഉയർന്നു. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന് കീഴിലുള്ള മറ്റൊരു പൊതുമേഖലാ സ്ഥാപനമാണ് ONGC. ഇവരുടെ ലാഭവിഹിതം ഉയരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഈയിടെ രാധാകൃഷ്ണൻ ദമാനിയും SBI മ്യൂച്വൽ ഫണ്ടും ഓഹരി പങ്കാളിത്തം ഉയർത്തിയതിനെ തുടർന്ന് വാർത്തകളിൽ ഇടം നേടിയ ഒരു സിഗരറ്റ് കമ്പനിയാണ് VST ഇൻഡസ്ട്രീസ്.
VST ഇൻഡസ്ട്രീസും ലാഭവിഹിതം നൽകുന്നതിൽ സ്ഥിരത പുലർത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. VST ഇൻഡസ്ട്രീസിന്റെ ലാഭവിഹിതം നമ്മൾ നോക്കുകയാണെങ്കിൽ 2021 3.1%, 2022 3.8%, അത് 2023 കാലഘട്ടത്തിലായപ്പോഴേക്കും 4.1 എന്ന നിലയിലേക്ക് ഉയരുന്നതുമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ ടെക് ഭീമനായ ടെക് മഹീന്ദ്രയുടെയും ഇത്തരത്തിൽ ഡിവിഡൻഡ് ഈൽഡ് ഉയരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ടെക് മഹീന്ദ്രയുടെ ഡിവിഡൻഡ് ഈൽഡ് പരിശോധിക്കുകയാണെങ്കിൽ 3.5 എന്നൊരു നിലയിലായിരുന്നു 2021 സാമ്പത്തിക വർഷത്തിൽ. എന്നാൽ ഈ ഒരു സെയിം ഡിവിഡൻഡ് ഈൽഡ് 2022 കാലഘട്ടത്തിലും നിലനിർത്താനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുമുണ്ട്. 2023 കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ 3.9% വലിയൊരു നേട്ടം നൽകാനും കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഒരു കമ്പനി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വാല്യൂ ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും പ്രിയങ്കരായ ITC ആണ് ആ കമ്പനി. ഡിവിഡൻഡ് പ്രാഥമികമായി നൽകുന്ന ഒരു കമ്പനി എന്ന നിലയിലാണ് ITCനെ എല്ലാ നിക്ഷേപകരും കാണുന്നത്. പുകയില കമ്പനി ആണെങ്കിൽ പോലും FMCG, ഹോട്ടലുകൾ, പേപ്പറുകൾ എന്നിവയിൽ വൻ സാന്നിധ്യവും ഈ കമ്പനി അറിയിക്കുന്നുണ്ട്. അവരുടെ ലാഭവിഹിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2021 കാലഘട്ടത്തിൽ 2.6% ITCയുടെ ലാഭവിഹിതം എന്നത്. എന്നാൽ 2022 കാലഘട്ടത്തിലായപ്പോഴേക്കും 2.8% ഇത് ഉയർന്നു. 2023 കാലഘട്ടത്തിലേക്ക് 3.8% എന്ന വർധനവും ഈ ഒരു ലാഭവിഹിതത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു. ഈ സംഖ്യകൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച വേദാന്ത, TV18 നെറ്റ്വർക്ക് ഇങ്ങനത്തെ കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടെന്ന് തോന്നാം. എന്നാലും സ്ഥിരമായ വരുമാന സ്ട്രീം നൽകിക്കൊണ്ട് അവർ ഓഹരി ഉടമകൾക്ക് സ്ഥിരമായ ലാഭവിഹിതം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അവസാനമായി നിക്ഷേപകർ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടി, കമ്പനിയുടെ ഓപ്പറേഷണൽ പെർഫോമൻസിൽ മങ്ങലേറ്റാൽ അത് കമ്പനിയുടെ ഡിവിഡൻഡ് നൽകാനുള്ള കഴിവിനെ ബാധിക്കും. അതിനാൽ നിലവിലെ ലാഭവിഹിതം ഭാവിയിൽ ഡിവിഡൻഡ് പേയ്മെന്റ് തുടർച്ചയെ സൂചിപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഒരു കമ്പനി ഡിവിഡൻഡായി വാങ്ങുമ്പോൾ തുടർച്ചയായിട്ട് ലാഭമുണ്ടാക്കാൻ ആ കമ്പനിക്ക് സാധിക്കുമെന്നും ആ ലാഭത്തിന്റെ ഒരു പങ്ക് തങ്ങളുടെ നിക്ഷേപകർക്ക് കമ്പനി തീർച്ചയായും നൽകും എന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ടായിരിക്കുക.